അപ്പം എല്ലാവർക്കും വാക്ക് വിത്ത് അനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ്. കുറേ നാളായി കേട്ടോ ഞാനിപ്പോൾ ഫുൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് തുടക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടഭാഗം കിട്ടില്ല, ഇടഭാഗം കിട്ടുന്നുണ്ടെങ്കിൽ അവസാനം കിട്ടില്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത്. പിന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല, കാരണം അത്രയും ക്ലിപ്സ് കിട്ടുമെന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡും അല്ല. പക്ഷേ എനിക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പോയി കണ്ടേച്ചും വായു. അപ്പം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പം രാവിലെ കൊല്ലത്തിന് പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് നേരം കയറി കടന്നു കേട്ടോ. കാരണം 6 മണിയൊക്കെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഒരിച്ചിരി നേരം കൂടെ കടന്നേക്കാമെന്ന് കരുതി കടന്നിട്ട് ഒരു 7:30 8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ട് നേരെ പോയി പല്ലൊക്കെ തേച്ചു കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് മുഖമൊക്കെ കഴുകി നേരെ അടുക്കളയിലോട്ട് പോയി. ഇവിടെ രാവിലെ കാപ്പി കേട്ടോ കുടിക്കാറ്. അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പി എടുത്തുകൊണ്ട് ഞാൻ ഹാളിൽ വന്ന് ആ കാപ്പി അങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോഴും കുട്ടു എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് തീർക്കാൻ പറ്റുന്ന ജോലിയൊക്കെ അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. അവൻ അപ്പുറത്തെ കട്ടിലല്ല കിടക്കുന്നത്. അങ്ങനെ അത് വിരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ അവനെ ഒരിച്ചിരി നേരം എടുത്ത് വെച്ച് കൊഞ്ചിച്ചു. കാരണം ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്നേഹമാണേ. ഉറക്കം എഴുന്നേറ്റ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അതായത് അപ്പോഴാണ് അവൻ്റെ കുരുത്തക്കേടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവനെ അച്ഛരെടുത്തോട്ട് വിട്ടിട്ട് ഞാൻ മേലോട്ട് കയറിപ്പോയേ. കാര്യം കുറച്ച് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ കഴുകിയതായിരുന്നേ. അങ്ങനെ അത് വിരിച്ചിട്ടിട്ട് കുറച്ച് നേരമാണ്ട് നമ്മുടെ പൂവും ചെടിയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ കുറച്ച് നേരം. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാനിപ്പോൾ മേളിലോട്ട് കയറാറുള്ളൂ. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. അടുക്കളയിൽ അത്യാവശ്യം രാവിലെ ചേച്ചി പണികളൊക്കെ തീർത്തു. കാര്യം പാറുവിനായിട്ട് അംഗൻവാടി പോകേണ്ടത് കാരണം എനിക്ക് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി. കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് കഴുകിയേക്കാമെന്ന് കരുതി. അപ്പോൾ ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടു ഓൾറെഡി അച്ഛയുടെ കൂടെ കഴിച്ചായിരുന്നേ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരിച്ചിരി പാത്രം കടന്നത് ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ. കാര്യം പിന്നെ ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെയും പാത്രങ്ങൾ കാണും. അങ്ങനെ കണ്ട് ഞാൻ അവിയൽ വെച്ചു. ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിയൽ ഞാൻ അടുപ്പയിൽ വെച്ചിട്ട് സ്വയം അങ്ങ് ആസ്വദിക്കുകയാണ് കേട്ടോ, അവിയലിൻ്റെ ആ ഒരു സ്മെല്ല്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം കുറച്ച് പാത്രം കൂടെ വന്നു. അതെല്ലാം കഴുകിയിട്ട് അതേണ്ട പച്ചക്കറി കൊണ്ടുവന്നതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് അവിടെ ആയിട്ടൊന്ന് തൂത്തിട്ട് കേട്ടോ. കാര്യം പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ തൂത്തിട്ടാൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ അടുക്കളയിലെ ഉച്ച വരെയുള്ള പണികൾ കഴിഞ്ഞു. എന്നിട്ട് 1:30 കഴിഞ്ഞു. ഞാൻ അപ്പം തന്നെ കുട്ടുവിനെ പിടിച്ചുകൊണ്ട് കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവനെ 2 മണിക്ക് മുന്നേ ഉറക്കിയില്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുകയില്ല. അങ്ങനെ കുട്ടു ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കുട്ടുവിനെ ഉറക്കി കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കാര്യം ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ ഇപ്പം നേരത്തെ തന്നെ കുളിക്കുവേ. അങ്ങനെ കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നത്തെ പോലെ വിശന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് അവിയലും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഞാൻ ചോറ് കഴിച്ചു. ചോറുണ്ട് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കുള്ള കാപ്പി, അതായത് ഇവിടെ ഫ്ലാസ്കിനകത്ത് ഓൾറെഡി കാപ്പി ഇങ്ങനെ നിറച്ച് വെക്കും കേട്ടോ. അപ്പം അങ്ങനെ കാപ്പി ഞാൻ ഇട്ട് വെച്ചിട്ട് വെളിയിലോട്ട് ചെന്നപ്പോൾ ചേച്ചി അവിടെ തയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് നല്ല രീതിക്ക് മഴ പെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നേ. അപ്പം വെളിയിൽ ഇനി ഇരുന്നാൽ ഇടിവെട്ടി തീരും. അതുകൊണ്ട് ഞാൻ മുറിയിലോട്ട് വന്നു കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ മൂടിയൊക്കെ നിൽക്കുക. ഇച്ചിരി നേരം കിടക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് കുട്ടു എഴുന്നേറ്റു. അവനെ ഞാൻ അച്ഛയുടെ അടുത്ത് കൊണ്ടിരുത്തി അതിന് ചോറൊക്കെ കൊടുത്തിട്ട്. ഇനിയാണെങ്കിൽ എനിക്കുണ്ടോ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു. എപ്പോഴാണോ ഒരു മൂടി വരുന്നത് അപ്പോൾ ആ തുണി ഞാൻ മടക്കി വെക്കുള്ളൂ. ഇപ്പം എന്തായാലും എനിക്കൊരു മൂടിയില്ല. ഇങ്ങനെ മഴയെ നോക്കി ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്.
അങ്ങനെ സന്ധ്യയായി. ഞാൻ പെരക്കകമൊക്കെ തൂത്ത് വാരിയിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. ഒരിച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി എടുക്കാമെന്ന് കരുതി എൻ്റെ ഫോണിൽ ഒരു 20 മിനിറ്റ് ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ട് 16ാമത്തെ മിനിറ്റിൽ ഞാൻ ആ പാത്രം എല്ലാം കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് മീൻ വെട്ടി തരുന്നുണ്ട്. അപ്പം മീൻ കറി വെക്കണം, വറ്റിക്കണം, വറുക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അപ്പോൾ ചേച്ചി ആദ്യം മത്തി വെട്ടി തന്നതുകൊണ്ട് അത് ഞാൻ കറി വെച്ചു. പിന്നെ ചൂടമീൻ വെട്ടുന്നതനുസരിച്ച് ഞാൻ വറുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരൻ അടുപ്പത്തിരിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ കുട്ടു എന്നെ തല്ലാൻ വേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ വന്ന് അവന് ഞാൻ ഈ ഫോണുമായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഈർച്ചയാണ് കേട്ടോ. അപ്പം ഞാനും ഇച്ചായും കൂടി ഇരുന്ന് കേട്ടോ കഴിക്കുന്നത്. കാര്യം അമ്മയും ചേച്ചിയും ചേട്ടായും അച്ഛയൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. മനീഷ് വരാൻ താമസിച്ചായിരുന്നു. അപ്പോൾ മനീഷ് വന്നിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കാറ്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാം കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടി വന്നു. അതുപോലെ ചോറ് ബാലൻസ് വരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചിടണം കേട്ടോ. അപ്പം അതെല്ലാം ഇട്ട് വെച്ചിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കടന്നേക്കാമെന്ന് കരുതി റൂമിലോട്ട് പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ. അപ്പോഴാട്ടോ ഒരു കാര്യം ഓർത്ത്, ഇത് എൻ്റെ മിഷ്യനാണ് കേട്ടോ. ഇത് ഞാൻ നിപ്പിൽ ചായ കൊണ്ട് മേടിപ്പിച്ചതാണ്. ഇപ്പം ഞാനത് എടുക്കാറ് പോലുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 പാറ്റ കയറി മുട്ടയിട്ടിരിക്കാൻ വേണ്ട മാസങ്ങളായി. അങ്ങനെ അതേൽ ഹിറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ എൻ്റെ കൂട്ടു ഫോണും കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവനെയും പിടിച്ച് കിടത്ത് ഞാനും കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസം പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്ലസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.